സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2017 ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോൾ കേരളത്തോട് ചോദിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. എയർലിഫ്റ്റിംഗ് ചാർജ് ഈടാക്കിയ കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തിയെന്ന് ഹൈക്കോടതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി. വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ തുക പോലും കേരളത്തോട് ചോദിക്കാൻ കേന്ദ്രത്തിന് മടിയില്ലെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാർ ആവശ്യമായ തുക സംസ്ഥാനത്തിന് നൽകണമെന്നും അതിൽ വിവേചനം കാണിക്കരുതെന്നും മന്ത്രി. പാർലമെന്റിൽ ബാബാ സാഹിബ് അംബേദ്കറെ അപമാനിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം പറഞ്ഞെങ്കിൽ കോൺഗ്രസിന് സ്വർഗത്തിൽ പോകാമെന്നതായിരുന്നു അമിത്ഷായുടെ വിവാദ പ്രസ്താവന. താൻ അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചെന്നും അമിത്ഷാ. ബാബാ സാഹിബ് അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. ചാതുർവർണ്ണയ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. ബി ആർ അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. അമിത്ഷാ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായുടെ പ്രസ്താവനയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പാർലമെന്റിന്റെ ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. നിക്ഷേപകരെ ആകർഷിക്കാൻ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വൻ നിക്ഷേപക സംഗമം. കേരള ഗ്ലോബൽ സമ്മിറ്റ് ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചി ലുലു മാളിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ജയകുമാറിന്റെ പിങ്കളകേശിനിക്ക്. പുരസ്കാരം മികച്ച മലയാള പുസ്തക വിഭാഗത്തിൽ. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് കെ ജയകുമാർ. മുനമ്പം വിഷയത്തിൽ വി ഡി സതീശന്റെ നിലപാട് തള്ളി മുസ്ലിം ലീഗ്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം അംഗീകരിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ. മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ. എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മകൾ ആശ ലോറൻസിന്റെ ഹർജി തള്ളി. എട്ട് നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജന നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുമാണ് കോടതി റദ്ദാക്കി. കണ്ണൂരിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് VV അക്ഷയാണ് അറസ്റ്റിലായത്. CPIM സമ്മേളനങ്ങൾക്കെതിരെ മനോരമ നുണപ്രചരണം നടത്തുകയാണെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്. സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ്.
മഹാരാഷ്ട്രയിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ശിവസേന NCP നേതാക്കൾ പൊട്ടിത്തെറിയുടെ വക്കിൽ. ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന NCP നേതാവ് ഛഗൻ ഭുജ്ബൽ രംഗത്ത്. ചോദ്യപേപ്പർ ചോർച്ചയിലെ ആരോപണ വിധേയരായ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ നടത്തിയ ലൈവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാജ്യദ്രോഹ കുറ്റമാണ് MS സൊല്യൂഷൻ CEO ഷുഹൈബ് നടത്തിയതെന്നും മന്ത്രി. സുരേഷ് രാജ്, പുരോഹിത്, MR അജിത് കുമാർ എന്നിവർക്ക് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ച് മന്ത്രിസഭ. കോട്ടയത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. പെരുന്നയിലെ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം തട്ടി. പോലീസ് ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചുപിടിച്ചു. NCP മന്ത്രിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് തോമസ് കെ തോമസ്. ശരത് പവാർ കാണണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കാണാൻ പോയതെന്ന് തോമസ് കെ തോമസ്. UAE-യിൽ നിന്നും വന്ന കണ്ണൂർ സ്വദേശിക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴുത്തിൽ കയർ കുരുങ്ങി പോത്ത് ചിറയിലേക്ക് വീണു. കണ്ടുനിന്ന ഉടമയായ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പത്തനംതിട്ട ഏനാദിമംഗലം സ്വദേശി രാജനാണ് മരിച്ചത്. പാലക്കാട് മണ്ണാർക്കാട് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. കല്ലടി MES കോളേജിന്റെ പരിസരത്ത് വെച്ചാണ് അപകടം. ആംബുലൻസ് റിവേഴ്സ് എടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INTRV 01 എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ്. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ ആയുർവേദ മരുന്ന് ഗോഡൌണിൽ തീപിടുത്തം. ചൊവ്വാഴ്ച രാത്രി 8:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. അതേസമയം ആരോപണ വിധേയരായ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് ക്ലാസുകൾ ആരംഭിച്ചു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. 10 മണിവരെ 37,000 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. അതോടൊപ്പം കാനനപാതയിലൂടെ കാൽനടയായി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേകം പാസ് നൽകി തുടങ്ങി. തിരുവനന്തപുരത്ത് 4 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചിറയൻകീഴ് കുറക്കടിലെ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പിടിയിലായത് വഞ്ചിയൂർ സ്വദേശി ഷിജു. വയനാട് കൂടൽക്കടവിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വധശ്രമത്തിനു പുറമെ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പുകളാണ് ചുമത്തിയത്.
NCPക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് എ ശശീന്ദ്രൻ. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും മന്ത്രി. തോമസ് കെ തോമസിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും AK ശശീന്ദ്രൻ. പാലപ്പിള്ളിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരുത്തിയത്. കേരളത്തിന്റെ വികസനത്തിൽ കേരള ബാങ്കിന് വലിയ പങ്ക് വഹിച്ചെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക വളർച്ചയിൽ കേരള ബാങ്ക് ശക്തമായ സാമ്പത്തിക പിന്തുണയാണെന്നും മന്ത്രി. മുംബൈയിൽ വിനോദസഞ്ചാരികളുമായി യാത്ര തിരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. 35 യാത്രക്കാരുമായി പോയ ബോട്ട് ഗേറ്റ്വേ ഓഫ് ഇന്ത്യക്ക് സമീപം തലകീഴായി മറിയുകയായിരുന്നു. ലോകത്ത് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷ കേരളത്തിലാണെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. 10 വർഷത്തെ കണക്കെടുത്താൽ ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത മണ്ണായി കേരളം മാറിയെന്നും മന്ത്രി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് രേഖകളില്ലാതെ 6 ലക്ഷത്തിലധികം രൂപ കടത്തിയ പ്രതി പിടിയിൽ. പിലാങ്കട്ട സ്വദേശി മണി പ്രശാന്തനാണ് എക്സൈസിന്റെ പിടിയിലായത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കഞ്ചാവ് പിടികൂടി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 2.1 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തി കൊണ്ടുവന്നതിന് ഒഡീഷ സ്വദേശി പത്മനാണ് പോലീസ് പിടിയിലായത്. വടകര ചേറോട് വീട് നിർമ്മാണത്തിനിടെ തൊഴിലാളി വീടിന് മുകളിൽ നിന്നും കിണറിലേക്ക് വീണ് മരിച്ചു. ഇരിങ്ങൽ സ്വദേശി ജയരാജിന് ദാരുണാന്ത്യം. വീടിന്റെ 2ാം നിലയുടെ ചുമർ നിർമ്മാണത്തിനിടെയാണ് അപകടം. ചണ്ഡീഗഡിൽ 18 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ വിവാഹമോചനം നേടി 70-കാരനായ കർഷകൻ 73-കാരിയായ ഭാര്യയ്ക്ക് കോടികൾ നഷ്ടപരിഹാരം നൽകിയാണ് ഇയാൾ 44 വർഷം നീണ്ടുനിന്ന ദാമ്പത്യബന്ധം വേർപെടുത്തിയത്. സർക്കാർ ആവശ്യത്തിനു വേണ്ടി ഓഫീസിലെത്തിയ വയോധികനെ 1 മണിക്കൂർ കാത്തു നിർത്തിയതിന് ശിക്ഷയായി ഉദ്യോഗസ്ഥരെ 20 മിനിറ്റ് നിർത്തി ജോലി ചെയ്യിച്ച CEO. ഉത്തർപ്രദേശിലെ നോയിഡ അതോറിറ്റിയുടെ കീഴിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലാണ് സംഭവം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.